പറഞ്ഞ വിലയൊക്കെ ഇവിടുന്ന് തന്നെ പറഞ്ഞാ മതി. അയ്യോ, അത് അങ്ങോട്ട് വെച്ചാ മതി. അതെന്തിനാ അങ്ങോട്ട് വാങ്ങിച്ചു കൂടി? അപ്പുറത്ത് എന്തെങ്കിലും ആപത്തുണ്ടായാൽ അച്ഛനോട് പറയാണ്ടിരിക്കാണ്ട് ഒക്കുവോ? അതുകൊണ്ട് ഞങ്ങൾ വന്നതാണ്. ഒരു പെണ്ണ് പ്രായമായി നിൽക്കുമ്പോ അവളെ കെട്ടിച്ചയക്കാണ്ട് വള്ളവും വിലയും വാങ്ങണതാണോ തിരക്ക്? അതുകൊണ്ട് ചോദിച്ചതാണ്. അച്ഛൻ ഇതിന് സമാധാനം ഉണ്ടാക്കി തരണം. അവനെ ഞാൻ പഠിപ്പിച്ചേക്കാം. അവൻ വെള്ളവും വിലയും വാങ്ങി ഇങ്ങ് വരട്ട്. ഒറ്റ ഒരുത്തിന് അവന്റെ വെള്ളത്തെ കയറുന്ന ഞാൻ പറഞ്ഞെന്ന് പറ. വില പേശാൻ വേണ്ടി പറയല്ല, ഒരു നീക്കുപോക്കൊക്കെ വേണ്ട ചെമ്പൻകുഞ്ഞെ. ഇനി ഒന്നും പറയണ്ട, ഇതങ്ങോട്ട് മേടിച്ചാട്ട്. എന്റെ കയ്യിൽ ഇതേ ഉള്ളു. ഞാൻ ആദ്യം പറഞ്ഞ തുകയുണ്ട്. അങ്ങനെയെങ്കിൽ അങ്ങനെ, ചെമ്പൻകുഞ്ഞെങ്കിലും നന്നായി വാ. അച്ഛാ, ഇന്നെനിക്ക് സിനിമയ്ക്ക് പോകണം. അത്രേ ഉള്ളോ? പൊയ്ക്കോ. മകളാണ്. അതെ, ഒന്നേ ഉള്ളു കേട്ടാ. ചോറ് കാലായിട്ടുണ്ട്, ഉണ്ടേച്ചിരുന്നാ പോരെ. എന്നാ എഴുന്നേര് ചെമ്പൻകുഞ്ഞെ. എടി, അപ്പുറത്ത് വള്ളം മേടിക്കാൻ പോയ ആള് വന്നോടി. ആര് തിരക്കണ? എങ്കിലും ആ പെണ്ണിങ്ങനെ നിൽക്കുമ്പോ അയാൾക്ക് വള്ളം വരെ മേടിക്കാൻ തോന്നിയല്ലോ. എടി പോഴത്തി, പെണ്ണിനെ കെട്ടിച്ചയച്ചാ രൂപയുണ്ടാവും. അവളെ കാണിച്ച് മേറ്റച്ചെറുക്കനെ വയക്കില്ലേ രൂപ ഉണ്ടാക്കുന്നത്? അത് നിന്റെ തൊഴിലല്ലേ? ഏടി വാങ്ങിച്ച കാളി. മുറ്റത്ത് കയറി വന്ന് കൊള്ളരായി പറഞ്ഞാണ്ടല്ലോ. നീ എല്ലാം ചെയ്യും. എടി വട്ടിപ്പാറു. ചാടാക്കി ചേച്ചി, നീ മരക്കാനും പഠിക്കാൻ പോണതേ ഉള്ളൂ. ആണുങ്ങൾ തൊറയിലത്തിനെ കാണാൻ പോയിട്ടുണ്ട്. എന്നിട്ട് തൊറയിലത്തിന് എന്നെ ചെയ്യാൻ പോണടി. ആ തീയത്തെ അറിയാലെ കൊണ്ട് എന്നെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയാം. ആ ചാള മക്കളെ, നമ്മുടെ വള്ളം കണ്ട? നീ കണ്ട? അയ്യോ, വാടിപ്പോയല്ലോ. അന്ന് ചോറ് തിന്നേച്ച് പോരെ. വല്ലതും ഉണ്ടാടി. ആഞ്ഞിലിയാണെന്ന് തോന്നുന്നു. അതും ഒറ്റത്തടി. പള്ളിക്കുന്നിന്റെ വർക്കത്ത് വീണ് ഈ വള്ളമായിരുന്നു. പറയാനാ, തുറ നമുക്ക് എതിരാണെന്ന് പറഞ്ഞാലെ കൊണ്ട് മതിയല്ല. പോകാൻ പറയടി. 10-30 രൂപ ഉണ്ടെങ്കിൽ തുറയിലച്ഛൻ നമ്മക്കടെ കൂടെ നിൽക്കും. അറിയാവാ? ഞങ്ങളുടെ വള്ളത്തെ ആരും തൊടണ്ട. അല്ലേ, വള്ളത്തേൽ ആരൊക്കെയാ പോകണമെന്ന് വല്ലതും നിശ്ചയിച്ചാ? അച്ഛൻ കുഞ്ഞാട്ടനല്ലേ നിക്കണ ചോദിരി. ഇനിയൊക്കെ അറിയാൻ പറയും പോലെ അല്ലേ നടക്കുള്ളു. ഇനി നിങ്ങളുടെ കാര്യമൊക്കെ ഞാൻ ഏറ്റെന്ന്. അല്ലേ, അച്ഛകുഞ്ഞാടെ അവിടെ നിന്ന് കളഞ്ഞാ? ചമ്പകുഞ്ചായം വന്ന് വിളിച്ചല്ലേ പോയത്? നേരാണ്. വിളിച്ച എന്നിട്ട് എന്താ ഇതുവരെ പറയുന്ന കാര്യവേറികളെ? എന്നെ വിളിച്ച ആര്? അപ്പം വിളിച്ചില്ലേ? ആ വള്ളത്തിൽ ആരൊക്കെയാണ് പോണത്? എനക്ക് ഇഷ്ടമുള്ളവര്. അപ്പം അങ്ങനെ ആയാ? എന്താ ചമ്പൻകുഞ്ഞ്, തുറക്ക് നാഥനില്ലാതായാ? എന്റെ അറിവുകേട് കൊണ്ട് ചെയ്തു പോയതാണ്. അച്ഛന്റെ കാല് പിടിച്ച് ഞാൻ പറയണു, പൊറുക്കണം. മേലാൽ അങ്ങനൊന്നും ഉണ്ടാകരുത് കേട്ടാ? ഇല്ലേ? നീ പോയിക്കോ. അത് പോരച്ചോ, വള്ളം ഇറക്കണ ദിവസം അച്ഛൻ കൂടി അവിടെ വരെ ഒന്ന് വരണം. അത് വേണ്ടടാ, നീ വള്ളം ഇറക്ക്. എനിക്കാരുമില്ലച്ചോ. അവര് വല്ല കുഴപ്പം ഉണ്ടാക്കിയാലാ? ഈ തുറയലാ? എങ്കിയൊന്നും എനിക്ക് കാണണമല്ല. നീ ചുണയായിട്ട് പോടാ ചമ്പൻകുഞ്ഞ്, ഞാൻ ഏറ്റടാ. കറുത്തമ്മ, വള്ളത്തിലെ മീനെല്ലാം എനിക്കല്ലേ? മിണ്ടൂല്ലേ? ഞാൻ പോട്ടെ, വല്ലവരും കാണും. കറുത്തമ്മ, എന്നോട് ഇഷ്ടമാണോ? അതെ. എന്നോട് മാത്രം?
അതെ. ഞാൻ പോട്ടെ. കറുത്തമ്മ, ഇല്ല, ഞാൻ പോട്ടെ. അല്ല, നമ്മ എന്നാ ചെയ്തെല്ലാരോട്? വല്ലതും ചെയ്യണ ആസൂയ. എന്നാലെ കൊണ്ട് എന്തിനീ പണ്ടാരം വലിച്ചു വെക്കാൻ പോയി? ഉള്ള കാശ് കൊണ്ട് പെണ്ണിനെ കെട്ടിച്ചു വിട്ടിരുന്നെങ്കിൽ ഈ അവരാണ്ടം വരുവാ. നീ പോടി, വള്ളായി. ഇനി ഒരു താങ്ങുവിലയും മത്തിവലയും വേണം, അതുണ്ടാവും. എങ്ങനെ ഉണ്ടാവും? ആ, ഇപ്പൊ കണ്ടാ കടന്ന് കണ്ണു കൊള്ളുന്നത്. ഒരു പണോടെ പൊന്നുണ്ടാക്കിയിരുന്നെങ്കിലാ. ഒരു വഴിയുണ്ട് ചക്കി. എന്നതാ അതോ? ആ ചെറുക്കനെ ഒന്ന് പിടിച്ചാൻ പറ്റും. പതുക്കെ പറ. ആ, അത് കുറച്ചില്ലാന്നാ കറുത്തമ്മ പറയുന്നത്. അവൾ അറിഞ്ഞാ വഴക്കാ. പിന്നെന്നാ ഒരു വഴി? ആ, നീ 500 രൂപ പരിവ് കൂട്ടി തരണം. നീ ചോദിക്കണം. എനിക്കിപ്പം മേല. ആ, എന്നാലെ കൊണ്ട് വള്ളം കരയിലിരുന്ന് പോട്ടെ. ആ പോട്ടെ. ഈ കാശെല്ലാം അയാൾക്ക് തിരിച്ചു കൊടുക്കുക. ഞാൻ ഏറ്റുന്നു പലിശ സഹിതം തിരിച്ചു കൊടുക്കാരി. നീ ഒന്ന് പോയി നോക്ക്, ഒന്ന് ചെല്ലും. നിങ്ങൾ മനുഷ്യനെ കൊല്ലാൻ തട്ടണേനോ താല പേറിക്കാനെ കൊണ്ട്? ഇപ്പൊ തന്നെ പോണോ? ഒന്ന് ചെല്ലണ്ട ചക്കി, ചെല്ലടി. കിട്ടിയാ കിട്ടിയാ? നീ മുടിക്കാണടി. പാവം ചെറുക്കൻ. ആ, മറ്റന്നാ നല്ലൊരു നേരമുണ്ട്. അന്ന് നമുക്ക് വള്ളം ഇറക്കണം കേട്ടോ ചക്കി. ഈ രൂപ നിങ്ങൾ എന്ന് കൊടുക്കും? എടി, അതൊക്കെ കൊടുക്കാരി.